ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പം നമ്മളിന്ന് വെക്കാൻ പോകുന്നത് മുട്ടച്ചോറാണ്. ഇതാണ് ഇൻഗ്രീഡിയൻസ്. ഞാൻ എടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 4 to 5 എഗ്സ് ബീറ്റ് ചെയ്തത്, ഒരു 2 സവാള ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ക്യാരറ്റും 1 കപ്പ്, ക്യാപ്സിക്കം 1 കപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് കുനുകുന നരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക്. ഓക്കെ, അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു പച്ചമുളക് എടുത്തുള്ളായിരുന്നു, എന്നാലും അത് നല്ല എരിവുണ്ടായിരുന്നു. സോ ഞാൻ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പച്ചമുളകാണെങ്കിൽ കട്ട് ചെയ്താണ് ഇട്ടത് ചെറുതായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ജസ്റ്റ് ഞാനൊന്ന് കീറിയിടുന്നതേ ഉള്ളൂ. ഇതുപോലെ ജസ്റ്റ് കീറിയിടുന്നതേ ഉള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞ് 3 പച്ചമുളക് വരെയൊക്കെ എടുക്കാമെന്ന്. പക്ഷേ ഭയങ്കര എരിയായിരുന്നു. ഭയങ്കര എരിയെന്ന് വെച്ചാൽ അത്യാവശ്യം എരിയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എനിക്ക് ഈ പ്രാവശ്യം പുതിയ പാത്രമൊക്കെ എടുത്ത് തന്നു ഗൈസ്. ബിക്കോസ് കഴിഞ്ഞ പാത്രം എല്ലാം പോയത് കാണിച്ചതിന് എന്നെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ഈ പുതിയ പാത്രം എടുത്ത് തന്നു. ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാ വീട്ടിലുള്ള അവസ്ഥ എന്താണെന്നറിയാമോ? ഈ കുറേ പാത്രങ്ങളുണ്ടാവും. അതെല്ലാം എടുത്ത് ഇവർ ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇവരതൊന്നും യൂസ് ചെയ്യില്ല. എന്നിട്ട് കുറേ പഴയ പാത്രം മാത്രം യൂസ് ചെയ്യും. ഈ പുതിയ പാത്രമൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. എല്ലാ വീടുകളിലും പോയാൽ കാണുമല്ലോ, ഒരു ഷോക്കേസ് നിറയെ പുതിയ പുതിയ പാത്രങ്ങൾ, ഗസ്റ്റ് വന്നാൽ മാത്രം യൂസ് ചെയ്യാനുള്ള പാത്രങ്ങൾ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന പാത്രങ്ങൾ. അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് പാത്രമൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഇത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാം. ഇനി നമുക്ക് വേണ്ടത് കടുകാണ്. കടുക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതെന്തിനാ പറയുന്നത് ചോദിച്ചു. ഏതായാലും ഞാൻ പറയാം. ഇനി നമ്മുടെ പച്ചമുളകും കീറിയത് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി ശേഷം നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. രണ്ട് സവാളയോളം ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള കുറച്ചൊന്ന് വാടുന്നത് വരെ ഇളക്കി കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി ഒരു ഗോൾഡൻ കളർ പോലെ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. സവാള ഏകദേശം വാടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിനി നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാൻ എടുക്കുന്നത് ഇവിടെ ക്യാരറ്റും ക്യാപ്സിക്കവുമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അതായത് ബീൻസ്, കോളിഫ്ലവർ, അങ്ങനെ എന്തുണ്ടെങ്കിലും ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ഒരു 4 മിനിറ്റോളം ഇളക്കി കൊടുക്കണം. ഈ പച്ചക്കറി എല്ലാം ഒന്ന് വേകുന്നതിനായിട്ട് ഒരു 4 മിനിറ്റോളം ഇളക്കി കൊടുക്കണം. അപ്പം കുക്കിംഗ് വീഡിയോ ഇട്ടത് കൊണ്ട് പണി കിട്ടിയത് എനിക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം അടുത്ത കുക്കിംഗ് വീഡിയോ എപ്പോഴിടുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം കുക്ക് ചെയ്തിരുന്ന എന്നെ ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ഡെയിലി കുക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ആയുധമെടുക്കാം, നമ്മുടെ സ്പൂണുകൾ. ഇനിയാണ് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് തീ സിമ്മിലേക്ക് വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂൺ ഇടാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നെക്സ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് ഒരു 20 സെക്കൻഡോളം നല്ലതുപോലെ മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഇപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. അപ്പം ഏകദേശം ഈ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുവിലേക്ക് നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്സ് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 4 എഗ്സാണ് എടുത്തേക്കുന്നത്. 5 എഗ്സ് വരെ നിങ്ങൾക്ക് എടുക്കാം.
ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഇളക്കരുത്. ഒരു 10-20 സെക്കൻഡോളം വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് അതൊന്ന് ചൂടായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലാ വെജിറ്റബിൾസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം മിക്സായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോറ് ഇവിടെ ഒരു 1.5 കപ്പോളം അരി ബസ്മതി റൈസ് എടുത്തതാണ്. ഇത് ഉണ്ടാക്കിയ ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം 1.5 മണിക്കൂറോളം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് നോക്കിയ ശേഷം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് 1 സ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ കൊറിയാണ്ടർ ലീവ്സ് ഉണ്ടെങ്കിൽ അതും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുട്ടച്ചോറ് റെഡിയായിരിക്കുന്നു. കണ്ടോ? ആഹാ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിൽ സന്തോഷം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേച്ച് പോകണേ പ്ലീസ്. ഒരു ലൈക്ക് കൂടെ ഇട്ടേച്ച് പോയാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.